അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വ്യാപകമായൊരു സംഭവമാണ് അറിവിൻ നിലാവ് എന്ന് പറയുന്ന ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന സഫ്വാൻ സഖാഫിയെക്കുറിച്ചുള്ള ആരോപണം. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു വീഡിയോ കാണാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, അവരോട് പറയാനുള്ളത്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ആദ്യം ഒരു കാര്യത്തിൻ്റെ സത്യം നമ്മൾ അറിയുക. നമ്മൾ കേട്ടത് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞത് കേട്ടാൽ അത് ഒന്നിരിക്കൽ ചിലപ്പോൾ അത് സത്യമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ കേട്ടതിൽ ഒരുപാട് കളവുകളും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ എന്താണെന്ന് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വ്യക്തമായതിന് ശേഷമേ പറയാവൂ. എന്ത് കാര്യമാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിലേക്ക് നമ്മൾക്ക് എങ്ങനെയാണ് കടന്നു പോകാൻ സാധിക്കുക? നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരാളെ, അദ്ദേഹത്തെ എന്നല്ല ആരെയും നമ്മൾ ഇല്ലാത്തതും വല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കുറിച്ച് ഇന്ന് പറയാൻ പലർക്കും 100 നാവാണ്. പക്ഷേ നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ അവനെക്കുറിച്ച് പറയുന്നത് സത്യമാണോ, അവളെക്കുറിച്ച് പറയുന്നത് സത്യമാണോ എന്ന് ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം. എന്നിട്ടേ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ എവിടെ 4 ആൾ കൂടി സംസാരിക്കുന്ന ഏത് ഇടത്താണെങ്കിലും നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ ഒരുപാട് കളവുകൾ കടന്നു വരാൻ സാധ്യതയുണ്ടാകും. അപ്പോൾ നമ്മളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് എല്ലാതിൻ്റെയും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ ഒരാളെയും നമ്മൾ ചീത്ത പറയാനോ അവരെ കുറ്റപ്പെടുത്താനോ അവരെ പരിഹസിക്കാനോ നമ്മൾ നിൽക്കരുത്. അതിൻ്റെ യാഥാർത്ഥ്യം നമ്മളൊക്കെ തിരിച്ചറിയണം. എന്ത് തെറ്റുകളാണെങ്കിലും, ആര് കുറ്റങ്ങൾ ചെയ്താലും ആര് തിന്മകൾ ചെയ്താലും അവർ ചെയ്ത തിന്മകൾ എന്താണെന്ന് അത് അറിഞ്ഞതിന് ശേഷമേ പറയാവൂ. അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. അവർ ചെയ്യുന്നത് അവർ അവരുടെ ഖബറിലേക്ക്, നമ്മൾ ചെയ്താൽ നമ്മുടെ ഖബറിലേക്ക്. നമ്മൾ മറ്റുള്ളവർക്ക് സതുപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. തിന്മയിൽ നിന്ന് അവരെ നമ്മൾ തടയുക. സാധിക്കുമെങ്കിൽ അവരോട് നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാതെ മറ്റുള്ളവരുടെ അറിയാത്ത കാര്യങ്ങൾ, കേൾവിയുമായിട്ടുള്ള സംസാരങ്ങൾ അത് വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കരുത്, അവരെ കളിയാക്കരുത്, അവരെ നമ്മൾ ചീത്ത പറയരുത്. അള്ളാഹു നമുക്കൊക്കെ നല്ലത് മനസ്സിലാക്കാനും നല്ലത് കേൾക്കാനും നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാനും നല്ല നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ യജമാനനായ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ സയ്യിദന്മാരെയും എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. എല്ലാ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തൊട്ട് രാജാതിരാജനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കേവർക്കും അവൻ്റെ ഹിഫ്ളും അവൻ്റെ അടുത്തുനിന്നുള്ള എല്ലാ കാവലും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.